നമസ്കാരം. കോട്ടയത്തിന് അത്യുഗ്രൻ വിജയം നേടിക്കൊടുത്ത DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ മന്ത്രി VN വാസവനെ പരാജയപ്പെടുത്തി അത്യുഗ്രൻ വിജയമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കുന്നതിനായി അമ്മയും ഭാര്യയും അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അമ്മേ, മകൻ വിജയിച്ചത് അമ്മ നേരിട്ട് കണ്ട, നിങ്ങൾ തമ്മിൽ സംസാരിച്ചു. വളരെ സന്തോഷം. ഈ തിരക്കിനിടയിൽ കണ്ടോ? കണ്ട് സന്തോഷം. എന്താണ് മകന്റെ വിജയത്തിൽ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിൽ പിന്നെ ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല. നല്ല രീതിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷമുണ്ട്. അമ്മ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാരും അതെ, വീട്ടിലെല്ലാരും അതെ സപ്പോർട്ടായിരുന്നു. സഹോദരങ്ങളും എല്ലാം. കന്നി അംഗമാണ്. കന്നി അംഗത്ത് തന്നെ വിജയിച്ചിട്ടുണ്ട്. അതൊരു അത്യുഗ്രൻ വിജയമാണ്. കാരണം കോട്ടയം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളും നേടി. അപ്പം എന്താണ് അമ്മയ്ക്ക് സന്തോഷമല്ല, എന്താണ് പറയാനുള്ളത്? എനിക്ക് സന്തോഷമാണ്, എല്ലാം കൊണ്ട് സന്തോഷമാണ്. അതെ, മകന്റെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പം എന്തെങ്കിലും ഒരു വിഷമകരമായ കാര്യങ്ങളോ അങ്ങനെയൊക്കെ അമ്മ എന്തെങ്കിലും ഓർത്തെടുക്കുന്നുണ്ടോ? അങ്ങനെ പണ്ടൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു, കാണാതെയൊക്കെ ഒത്തിരി താമസിച്ചൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രയോജനമൊന്നും. ലാത്തി ചാർജ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പിന്നീട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഏതായാലും വളരെ സന്തോഷത്തിലാണ്. സന്തോഷമാണ്. കുടുംബാംഗങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മകൾ ഉണ്ട്. എന്താണ് മോളെ പറയാനുള്ളത്? സന്തോഷമുണ്ട്, നന്ദിയുണ്ട് എല്ലാവരോടും. പാർട്ടിനോട് ഇതുപോലെ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി അച്ചയ്ക്ക് കൊടുത്തതിന്. പിന്നെ എനിക്ക് പാർട്ടി പ്രവർത്തകരോട് വളരെയധികം നന്ദി പറയാനുണ്ട്. കാരണം അവരാണ് ഇതൊരാളുടെ വിജയമല്ല, പാർട്ടീൻ്റെയും പ്രവർത്തകരുടെയും കഷ്ടപ്പാടിൻ്റെയും കൂടി വിജയമാണിത്. അപ്പം സന്തോഷം, നന്ദി എല്ലാം ഉണ്ട്. എന്താണ് വൈഫാണ്? പേര് ഗംഗ. എന്താണ് ഈ വിജയത്തിൽ എന്താണ് പറയാ? കോൺഗ്രസ് പാർട്ടി നൽകിയ വലിയൊരു അംഗീകാരം. പാർട്ടി പ്രവർത്തകരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു 15 വയസ്സ് തൊട്ട് തനി കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനാണ്. സാധാരണ പ്രവർത്തകനായി തുടങ്ങിയാണ്. പക്ഷേ വളരെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും എല്ലാ ഏജിലും പാർട്ടി ഓരോരോ പദവികൾ നൽകിയിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിക്കുമ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു നാട്ടകത്തെ. അവിടെ തൊട്ട് പിന്നീട് പുള്ളിയുടെ ജീവിതം എനിക്കറിയാം. കാരണം പാർട്ടി എന്ന് പറഞ്ഞ് ജീവിച്ച ഒരു മനുഷ്യനാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടി നമുക്ക്. ആ പാർട്ടി എന്നും പറഞ്ഞായിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ് പാർട്ടി. അത്രയും ഒരു ജീവൻ നൽകിയ ഒരാളാണ്. പരിപാടികളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ലാത്തി ചാർജ് പോലുള്ള വിഷയങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടോ? നമുക്കിപ്പം അതെല്ലാം പുള്ളിക്ക് അങ്ങ് വിട്ടേക്കുക. കാരണം ശീലമായി, യൂസ്ഡായി. ഈ കല്യാണം കഴിച്ച കാലം തൊട്ട് നമ്മൾ അദ്ദേഹത്തെ ഇങ്ങനെ കണ്ട് എപ്പോഴും തിരക്കുള്ള ഒരാള്. ഏതായാലും കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ DCC ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾ സന്തോഷം പങ്കുവെച്ചോ? സന്തോഷം പങ്കുവെച്ചു. ഞങ്ങളെല്ലാം മധുരം കൊടുത്തു, എല്ലാരും കെട്ടിപ്പിടിച്ചു, ആഹ്ലാദം പങ്കിട്ടു. ഇനിയിപ്പോ അദ്ദേഹം നേരെ സെക്രട്ടറിയിലേക്കാണോ? വലിയ തിരക്കായിരിക്കും. മന്ത്രിയാവോ? മന്ത്രിയാകട്ടെ, അല്ല ആയില്ലേലും നമുക്ക് പാർട്ടി നല്ലൊരു പദവി തന്നല്ലോ, അതിൽ തൃപ്തിയാണ്. അച്ഛന്റെ വിജയത്തിൽ എന്താണ് പോലും പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഒരു പ്രതീക്ഷ ഉണ്ടായത്, അത് നേരിൽ കാണാൻ പറ്റിയതിന് വളരെ സന്തോഷം. നിങ്ങളൊക്കെ ഈ പ്രചരണ പ്രവർത്തനങ്ങൾ ഇറങ്ങിയിരുന്നോ? പിന്നെ എല്ലാ പരിപാടിക്കും ഉണ്ടായത്, തുടക്കം തൊട്ട് എല്ലാ പരിപാടിക്കും ഞാൻ അച്ഛനോട് തന്നെ ഉണ്ടായത്. എല്ലാവർക്കും അറിയാം. എല്ലാം ചെന്നപ്പോൾ എന്തായിരുന്നു പ്രതികരണമൊക്കെ? എല്ലാം വളരെ പോസിറ്റീവ് ആയിരുന്നു. ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. മന്ത്രിയാണ് പൊട്ടിച്ചേക്കുന്നത്. അതെ, ഒരു സന്തോഷം. സഹോദരി എന്താണ് പറയാനുള്ളത്? ഒത്തിരി സന്തോഷം. കുഞ്ഞിലെ മുതൽ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടല്ല ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ പാർട്ടിയാണ് ജയിച്ചതോടെ. അതാണ് ഞങ്ങളുടെ. നേരത്തെ ഈ മത്സരിക്കാനുള്ള ഒരു അവസരം പുള്ളിക്ക് ലഭിക്കുമായിരുന്നു. എങ്ങനെയായിരുന്നു അത്? പുള്ളി വേണ്ടാന്ന് നിരസിക്കുമായിരുന്നു? എങ്ങനെയായിരുന്നു? ഇല്ല, ഒത്തിരി വട്ടം വന്നിട്ടുണ്ട്. പക്ഷെ എന്തോ ഇപ്പോഴാണ് ഭാഗ്യം തുണച്ചത്. കന്നി അംഗത്തിൽ തന്നെ വിജയം നേടിയതിന് സന്തോഷം. ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും സന്തോഷമുണ്ട്. പാർട്ടിയാണ് ഞങ്ങളെ ഏറ്റവും വലിയ. ഇവരെല്ലാരും കൂടെ ഒന്ന് വിട്ടു തരണം. അതെ. ഏതായാലും വലിയ സന്തോഷത്തിലാണ് ഇവർ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാട്ടകം സുരേഷിനെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെറുപ്പകാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തകർ, അതായത് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരു യൂണിറ്റ് പ്രസിഡന്റ് ആയിക്കൊണ്ടാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തന രംഗത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി കോട്ടയം DCC പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ചിട്ടയായി അച്ചടക്കത്തോടെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായാണ് കന്നി അംഗത്തിൽ തന്നെ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, താൻ പ്രതിനിധാനം ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ക്യാമറമാൻ ജിതിനൊപ്പം CR
മറുനാടൻ മലയാളി കോട്ടയം.